പൊന്നാനി മണ്ഡലത്തിലെ ഗുരുവായൂർ ആൽത്തറ സ്റ്റേറ്റ് ഹൈവേ റോഡിൽ ബിയ്യങ്കാലിന് കുറുകെ പുനർനിർമ്മിച്ച കുണ്ടുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇന്ത്യയിൽ ഏറ്റവും ഗുണനിലവാരമുള്ള റോഡ് നിർമ്മാണ രീതിയായ BM&BC രീതിയിൽ അവലംബിച്ചാണ് കേരളത്തിലെ മിക്ക റോഡുകളുടെയും നിർമ്മാണം നടക്കുന്നതെന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് നീക്കിവെച്ചത്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100 അല്ല, ഇപ്പോൾ 150 കഴിഞ്ഞു എന്ന സന്തോഷകരം നിങ്ങളെ അറിയിക്കുകയാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BM&BC ആക്കാൻ ലക്ഷ്യം വെച്ചതിൽ 60% നേടാനായി എന്നതാണ് യാഥാർത്ഥ്യം. LDF സർക്കാർ വന്നതിന് ശേഷം പശ്ചാത്തല വികസനത്തിൽ നടന്നത് ഒരു മാജിക്കാണ്. പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ P. നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. കുണ്ടുകടവ് ആൽത്തറ റോഡിന്റെ പ്രാധാന്യം ആ രൂപത്തിൽ തന്നെ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഒരു പ്രദേശമാണ്. ഈ പാലം അപകടത്തിൽ എന്ന് പറഞ്ഞ് വകുപ്പിൻ്റെ വർഷങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകൾ പലപ്പോഴും ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും ബന്ധപ്പെട്ട ആൾക്കാർക്കും സമർപ്പിച്ചിരുന്നതായിട്ട് നമ്മുടെ രേഖകളൊക്കെ കാണാം. പക്ഷേ തികച്ചും അപകടാവസ്ഥയിലായ പാലത്തിന് വല്ലതും സംഭവിച്ചാൽ പൊന്നാനിയിലെ യാത്രാക്ലേശം അതിഗുരുതരമാവും എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പാലത്തിൻ്റെ പണിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇടപെടുകയും ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അതിനാവശ്യമായ സഹായം ചെയ്യുകയും നബാർഡിൽ നിന്ന് ആ ഫണ്ട് അനുവദിച്ചു വാങ്ങുകയും ചെയ്തു. നമ്മൾ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രപ്പോസൽ പാലം പൊളിച്ചുകൊണ്ട് പുതിയ പാലം പണിയണം എന്ന രൂപത്തിലേക്കായിരുന്നു. പക്ഷെ അത് അപ്രായോഗികവും പ്രയാസകരവുമാവും, പിന്നെ ട്രാഫിക് ആകെ മുടങ്ങുന്നൊരവസ്ഥ വരും എന്നതുകൊണ്ടാണ് അത് പഴയ പാലം നിർത്തിക്കൊണ്ട് തന്നെ പുതിയ പാലത്തിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. വളരെ പെട്ടെന്ന് തന്നെ ആ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ ഊരാളങ്കൽ സൊസൈറ്റിക്ക് കഴിഞ്ഞു. കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിലായ കുണ്ടുകടവ് പാലത്തിന് പകരമായുള്ള പാലത്തിന് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 29.3 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടന്നത്. പഴയ പാലം നിലനിർത്തിക്കൊണ്ടായിരുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണം. അതിനാൽ ഗതാഗത ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി 26 മീറ്റർ നീളമുള്ള 8 സ്പാനുകളും മധ്യത്തിൽ 45 മീറ്റർ നീളമുള്ള ഒരു സ്പാനും അടക്കം 227 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2 വരി വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിനായി 7.50 മീറ്റർ വീതിയിൽ കാരിയേജ് വേയും ഇരുവശങ്ങളിലുമായി 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉൾപ്പെടെ പാലത്തിന് മൊത്തം 11 മീറ്റർ വീതിയുണ്ട്. PWD പാലങ്ങൾ വിഭാഗം ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചീഫ് എഞ്ചിനീയർ ഹൈജീൻ ആൽബർട്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR ജയരാജ്, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് ഖദീജ മുത്തേടത്ത്, മറ്റ് തദ്ദേശ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു.